നമസ്കാരം. ബൂമറാങ് എന്ന് കേട്ടിട്ടുണ്ടോ? ഇതൊരുതരം കളിപ്പാട്ടമാണ്, അതേസമയം ആയുധവുമാണ്. പണ്ട് ഓസ്ട്രേലിയയിലാണ് ഇതിന് തുടക്കമിട്ടത്. ഗോത്രവർഗ്ഗക്കാർക്കിടയിലായിരുന്നു ഇതിന്റെ പ്രചരണം. ഈ ബൂമറാങ് അയച്ചാൽ അത് അതേപടി മടങ്ങിയെത്തും. എന്നാൽ ഈ ബൂമറാങ് എന്ന വാക്ക് ഉപയോഗിക്കുന്ന പലപ്പോഴും നമ്മൾ ഉപയോഗിക്കുന്നത് നമുക്ക് തന്നെ വിനയായി മാറുമ്പോഴാണ്. ആ വാക്ക് ഏറ്റവും പ്രസക്തമാണ് മന്ത്രി വീണ ജോർജിനും പിണറായി വിജയനും. രാവിലെ മുതൽ വീണ ജോർജ് അസ്വസ്ഥയായിരുന്നു. വീണയെ പലയിടങ്ങളിലും കരിങ്കൊടി കാണിച്ച യൂത്ത് ലീഗുകാരെ പാർട്ടി പ്രവർത്തകർ കൈകാര്യം ചെയ്തു. എന്നിട്ടും അതിൽ ഒരു അസ്വസ്ഥത. താൻ ഈ നാട് ഭരിക്കുന്ന രാജാവിന്റെ ഭാഗമാണ്, തന്റെ മുമ്പിൽ എല്ലാവരും ഓച്ഛാനിച്ച് നിൽക്കണം എന്ന് വിചാരിക്കുന്ന, രാജ്ഞിയായി സഞ്ചരിക്കുന്ന വീണ ജോർജിനെ സംബന്ധിച്ചിടത്തോളം വലിയ അസ്വസ്ഥതയായിരുന്നു അവർക്ക് കരിങ്കൊടി കാണിക്കേണ്ടി വന്നതും അവരുടെ വാഹനം നിർത്തേണ്ടി വന്നതും. ആ അസ്വസ്ഥതയോടെയാണ് അവർ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത്. റെയിൽവേ സ്റ്റേഷനിൽ വലിയ പോലീസ് സന്നാഹമുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒന്നും സംഭവിക്കില്ല എന്ന് കരുതിയപ്പോഴാണ് 4-5 പിള്ളേർ ഓടി വന്ന് കരിങ്കൊടി കാട്ടുന്നത്. ഇതോടെ വീണ ജോർജിന്റെ കീഴ് പറന്നു. വീണ ജോർജ് വെല്ലുവിളിക്കുകയാണ്. ഭീരുക്കളാണ്, ധൈര്യമുണ്ടെങ്കിൽ ഒന്നുകൂടെ വാടാ, ഒന്നുകൊണ്ട് വാടാ എന്ന് പറഞ്ഞ് വീണ വെല്ലുവിളിക്കുന്നത് എന്ത് കണ്ടാന്നറിയോ? പോലീസിനെയും അവരുടെ തോക്കും കണ്ട. അല്ലാതെ 5 പിള്ളേരെ ഇടിച്ചു വീഴ്ത്താൻ ധൈര്യമുണ്ടായിട്ടല്ല. എൻ്റെ കൂടെ പോലീസ് ഉണ്ടല്ലോ, വെടിവെച്ചോളൂല്ലോ, ഒന്നുകൂടെ വരട്ടെ എന്ന് കരുതി വെല്ലുവിളിച്ചതാണ്. പക്ഷെ അതിനൊന്നും പോലീസ് അവസരം കൊടുത്തില്ല. അവർ ഈ പിള്ളേരെ തൂക്കിക്കൊണ്ടുപോയി. എന്നിട്ട് വിജയിയെ പോലും 3-ാം പ്ലാറ്റ്ഫോമിലേക്ക് പോകുന്നു. അവിടെ ചെല്ലുമ്പോൾ സ്പീക്കർ ഷംസീർ അവിടെയുണ്ട്. ഷംസീർ പിണറായി വിജയനെ വിളിക്കുന്നു. പിണറായി വിജയന്റെ മനസ്സിൽ അപ്പോഴേക്കും ലഡു പൊട്ടി. പ്രത്യേകിച്ച് പിണറായി വിജയൻ കണ്ണൂരുണ്ട്. അപ്പോൾ കറക്റ്റ് സമയമാണ്. ഒരുപക്ഷെ നമ്മുടെ കിണറേഷന്റെ തിരക്കഥയാവാം പിണറായി ഉള്ളപ്പോൾ തന്നെ ഇങ്ങനെ ഒരു സംഭവം ഉണ്ടാക്കണമെന്നത്. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തിരിച്ചു പോകാൻ പറഞ്ഞു. അപ്പോഴത്തേക്കും സ്ട്രെച്ചർ എത്തി, പല സംവിധാനങ്ങൾ എത്തി, ആശുപത്രിയിലായി. ഇപ്പോഴിതാ ജനറൽ ആശുപത്രിയിൽ 5 മണിക്കൂർ പരിശോധന കഴിഞ്ഞ് മെഡിക്കൽ കോളേജിലേക്ക് മാറ്റുന്നു. വലിയ MRI സ്കാനിംഗ് ഒക്കെ എടുക്കുന്നു. ആകപ്പാടെ ക്ഷതമാണ്, കൈക്ക് ക്ഷതം, കാലിന് ക്ഷതം. ഇതെല്ലാം പൊളിഞ്ഞടുങ്ങിയിട്ടും ഇവരിത് മനസ്സിലാക്കുന്നില്ല, മഹാസംഭവമാണെന്ന് കരുതിയിരിക്കുന്നു. പക്ഷെ കേസ് എടുക്കണമല്ലോ, വധശ്രമത്തിനാണല്ലോ കേസ്. ആ പിള്ളേരെ ചവിട്ടിക്കൂട്ടി എടുത്ത് ജയിലിലടച്ചു. ഇന്നലെ രാത്രി തന്നെ 5 പിള്ളേരെയും ചവിട്ടിക്കൂട്ടി ജയിലിലടച്ചു. പിള്ളേർ ചെയ്ത് കുറ്റകൃത്യം എന്ന് പറയുന്നത് കരിങ്കൊടി കാട്ടിയതാ. പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. കരിങ്കൊടി കണ്ടാൽ അപ്പൊ കലി പിടിക്കുന്ന ആളാണ് പിണറായി എന്ന് പിള്ളേർക്ക് അറിയാത്തത് കൊണ്ടാണെന്ന് അറിയില്ല. അതുകൊണ്ട് തന്നെ പിള്ളേരെ പിടിച്ച് ചവിട്ടിക്കൂട്ടി ജയിലിലാക്കി. മന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതിന് കേസ് മുമ്പോട്ട് കൊണ്ടുപോകണമല്ലോ. നാട് നീളെ കരിങ്കൊടി കാട്ടിയും പ്രക്ഷോഭം ഉണ്ടാക്കിയും കോൺഗ്രസ് പാർട്ടി ഓഫീസ് തല്ലി തകർത്തും ദീപം കത്തിച്ചുമൊക്കെ സഖാക്കൾ മെഴുകുകയാണ്. അപ്പോൾ അതിനൊരു പിൻബലം വേണമല്ലോ. അങ്ങനെ അവർ കേസ് കടുപ്പിക്കാൻ തീരുമാനിച്ചു. 2 വർഷം മുമ്പ് ഇതുപോലൊന്ന് കടുപ്പിച്ചിരുന്നു. മുഖ്യമന്ത്രി പിണറായി വിജയനെ കൊല്ലുന്നതിന് വേണ്ടി ഇൻഡിഗോ വിമാനത്തിൽ കയറിയ 2 യൂത്ത് കോൺഗ്രസ് പിള്ളേർ, അവന്മാരെ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് കേസെടുത്തു. എന്നിട്ട് വിമാനം തട്ടിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു എന്ന പേരിലും അത് കേസാക്കാൻ ശ്രമിച്ചു. പക്ഷെ കേന്ദ്ര സർക്കാർ പറഞ്ഞു, ഞങ്ങൾ ഈ അഭ്യാസത്തിനില്ല. വിമാനം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്ന് ഓർക്കാതെയായിരുന്നു ആ പണിക്കിറങ്ങിയത്. പിള്ളേരെ 16 ദിവസം ജയിലിലടച്ചു. ഫർസീൻ മജീദിനെയും നവീൻ കുമാറിനെയും 16 ദിവസം ജയിലിലടച്ചു. എന്നിട്ട് ഒടുവിൽ കോടതി ജാമ്യം കൊടുത്തുകൊണ്ട് ചോദിച്ചു, നാവുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. ഹൈക്കോടതി ചോദിച്ചതാ, നാവുകൊണ്ടാണോ മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചതെന്ന്. എന്ന് വെച്ചാൽ വിമാനത്തിലേക്ക് ഒരു മുട്ടുസൂചി പോലും കയറ്റാൻ സാധ്യമല്ലെന്ന് അറിയാം. എന്നിട്ടും മുഖ്യമന്ത്രിയെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് കേസിട്ടപ്പോൾ ഹൈക്കോടതി ചോദിച്ച ചോദ്യമാണ്. അതോടുകൂടി ആ കേസ് പൊളിഞ്ഞുപോയി. 3 വർഷത്തിലധികമായി ഇന്നേ വരെ ആ കേസിന്റെ കുറ്റപത്രം പോലും കൊടുത്തിട്ടില്ല. നാട് നശിച്ചു പോയ കേസാണ് പിണറായി. ആൾക്കാരും പിണറായി കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ബഹളം വെച്ചതാ. സമാനമായ നാടകമായി മാറിയിരിക്കുകയാണ് ഇതും. കാരണം എന്താണെന്ന് അറിയാമോ? അറിഞ്ഞോ അറിയാതെയോ ഈ തിരക്കഥയിൽ കേന്ദ്ര സർക്കാർ പങ്കാളിയായി മാറി. കാരണം സംഭവം നടന്നത് റെയിൽവേ സ്റ്റേഷനിലാണ്. റെയിൽവേ സ്റ്റേഷൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണ്. അല്ലെങ്കിൽ അവർക്ക് പല വഴികളുണ്ട്. നമുക്കറിയാം, യദു എന്ന് പറയുന്ന KSRTC ബസ്സിലെ ഡ്രൈവറുടെ കഥ. അയാൾ ഓടിച്ചിരുന്ന ബസ് തടഞ്ഞ് അയാളെ മർദ്ദിക്കാൻ ശ്രമിച്ചു. ബസ്സിനകത്ത് കയറിയാണ് അന്നത്തെ മേയറുടെ ഭർത്താവ് നാടകം കളിച്ചത്. എന്നിട്ട് എന്ത് ചെയ്തു? CCTV അടിച്ചു മാറ്റി. CCTV മാത്രമല്ല, CCTVയിലെ മെമ്മറി കാർഡ് നഷ്ടപ്പെട്ടു പോയി. ഒരാളും ചോദിക്കത്തില്ലല്ലോ. ഇങ്ങനെ തന്നെയാണ് ഇപ്പൊ ക്ലിഫ് ഹൗസിലെ CCTV വേണം. സ്വപ്ന സുരേഷ് പോയിട്ടുണ്ടെന്ന് അറിയാൻ CCTV ഇടിമിന്നലേറ്റ് പോയി. സെക്രട്ടേറിയറ്റ് ചില ഫയൽ വേണം, ഫയല് തീ കത്തിപ്പോയി. ഇങ്ങനെയാണ് ഇവർ കേസ് അട്ടിമറിക്കുന്നതും നീക്കം നടത്തുന്നതും. എന്നാൽ ഇത് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള റെയിൽവേ സ്റ്റേഷനിലാണ് സംഭവിച്ചത്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? CCTV പരിശോധിക്കേണ്ടത് RPF ആണ്, റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് ആണ്. ഈ റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സ് കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ളതാണ്. RPF CCTV ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു. പോലീസ് ആവശ്യപ്പെട്ടതനുസരിച്ച് പരിശോധിച്ചു. അത് കോപ്പി ചെയ്ത് വെച്ചിട്ട് പോലീസിന് കൈമാറി. കാരണം കോപ്പി ചെയ്തില്ലെങ്കിൽ ഇവരതിലെന്തെങ്കിലും കൃത്രിമം കാണിക്കും. അപ്പോഴാണ് ഒരു കാര്യം ബോധ്യമായത്, മന്ത്രിയെ മർദ്ദിക്കുന്ന ദൃശ്യമില്ല. CCTV ദൃശ്യങ്ങൾ മുഴുവൻ പരിശോധിച്ചു. കരിങ്കൊടി കാണിക്കുന്നതുകൊണ്ട് അപ്പോൾ തന്നെ പിള്ളേരെ കൊണ്ടുപോകുന്നതുണ്ട്. മന്ത്രി ബഹളം വയ്ക്കുന്നതും മന്ത്രി സീനുണ്ടാക്കുന്നതുമുണ്ട്. മന്ത്രിയുടെ ശരീരത്തിൽ പോലും ഈ കുട്ടികൾ തൊട്ടിട്ടില്ല. മന്ത്രിയുടെ ശരീരത്തിൽ സ്പർശിച്ചത് പോലീസുകാരാ.
അവരാണ് തടഞ്ഞത്. കഴുത്തിന് വേദന ഉണ്ടെങ്കിൽ കേസെടുക്കുന്നത് പോലീസുകാർക്കെതിരെയാണ്. മന്ത്രി ആവേശം കൊണ്ട് ബഹളം വെച്ച് ചാടി ഇറങ്ങിയപ്പോൾ മന്ത്രിയെ തടഞ്ഞു. ഇതിന് മുമ്പ് തന്നെ മന്ത്രിയുടെ കഴുത്തിന് പ്രശ്നമുള്ളതാ, കോളറിട്ട് നടക്കുന്നതാ. അപ്പോൾ സ്വാഭാവികമായും ആ വേദന ഇളകിക്കാണും. അതാണ് ഇപ്പോൾ ഔദ്യോഗികമായി പറയുന്നത്. മന്ത്രിയുടെ കഴുത്തിലെ വേദന കൈയിലേക്ക് വ്യാപിച്ചെന്നൊക്കെ. MRI സ്കാനിൽ ഈ വേദന ഇങ്ങനെ തെളിഞ്ഞു വന്നു. കഴുത്തിലെ വേദന കൈയിലേക്ക് പോകുന്ന വേദന MRI സ്കാനിൽ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ആയിക്കോട്ടെ, പക്ഷേ ഈ കുട്ടികൾ ഒന്നും ചെയ്തിട്ടില്ല എന്ന് ബോധ്യമായി. അത് വലിയ പണിയായിപ്പോയി. കാരണം മോദിയുടെ ക്യാമറയാണെന്ന് ഇവർ ആലോചിച്ചില്ല. ആകെപ്പാടെ പോലീസ് ആശയക്കുഴപ്പത്തിലാണ്. പിള്ളേർക്കെതിരെ ചുമത്തിയിരിക്കുന്നത് വധശ്രമമാണ്, ഗൗരവമേറിയ വധശ്രമം. അതും ആയുധം കൊണ്ട് കൊല്ലാൻ ശ്രമിച്ചുവെന്ന് മാത്രമല്ല, കൊല്ലട അവളെ എന്ന് വിളിച്ചുകൊണ്ട് ഈ പിള്ളേർ ആക്രോശിച്ചുകൊണ്ട് ഓടിയെത്തി എന്നാണ് പോലീസ് എഴുതി ചേർത്തിരിക്കുന്നത്. പക്ഷെ കൊല്ലട അവളെ എന്ന് വിളിച്ച് നമ്മൾ കണ്ടില്ല. ഭീരുക്കളെ ധൈര്യമുണ്ടെങ്കിൽ ഇങ്ങോട്ട് വാടാ എന്ന് മന്ത്രി പറയുന്നത് നമ്മൾ കേട്ടു. പക്ഷെ മന്ത്രിയെ കൊല്ലട എന്ന് പറയുന്നത് നമ്മൾ കേട്ടില്ല. മാത്രമല്ല, അവരുടെ കയ്യിൽ ഒരു ആയുധവും ഉള്ളതായി നമ്മൾ കണ്ടില്ല. ഈ പറഞ്ഞ മാതിരി നാവാണ് ആയുധമെങ്കിൽ ആ നാവ് ഉപയോഗിച്ചത് മന്ത്രിയാണ്, പിള്ളേരല്ല. പിള്ളേർ കരിങ്കൊടി പ്രതിഷേധം എന്ന് പറഞ്ഞാൽ അപ്പം തന്നെ പിള്ളേരെ പൊക്കിക്കൊണ്ടുപോയി. എന്നിട്ട് പറയുകയാണ് മാരകായുധവുമായി മന്ത്രിയെ കൊല്ലാൻ വേണ്ടി കൊല്ലട എന്ന് വിളിച്ചുകൊണ്ട് പോയെന്നാണ് FIR എഴുതി വെച്ചിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇത് 8 നിരയിൽ പൊട്ടും. ഒരു തെളിവുമില്ലാത്ത കേസായി മാറും. ഫർസീൻ മജീദിന്റെയും നവീൻ കുമാറിന്റെ കേസിൽ സംഭവിച്ചതുപോലെ തന്നെ ഈ കേസും 8 നിരയിൽ പൊട്ടും. എങ്ങനെയെങ്കിലും വീണ ജോർജിന്റെ മേലുള്ള പ്രതിഷേധം അവസാനിപ്പിക്കാൻ, നാട് കുട്ടിച്ചോറാക്കാൻ ഇവർ നടത്തിയ നീക്കം അക്ഷരാർത്ഥത്തിൽ പൊളിഞ്ഞു പോകും. ഒരു തർക്കവും വേണ്ട. മാത്രമല്ല, ഇത് ബൂമറാങ്ങായി മാറും. കാരണം ഈ കുട്ടികളെ ജയിലിൽ അടച്ചാൽ ഇവിടെ പ്രതിഷേധിക്കുന്ന, സമരം ചെയ്യുന്ന സകല മനുഷ്യരെയും ഇത് ബാധിക്കും. പ്രതിഷേധിച്ചാൽ നിങ്ങൾ ജയിലിൽ അടയ്ക്കും. പണ്ട് രക്ഷാപ്രവർത്തനം എന്ന നിലയിൽ DYFIക്കാർ ആക്രമിക്കുമായിരുന്നു. അവർക്കെതിരെ കേസെടുക്കില്ല. രക്ഷാപ്രവർത്തനത്തിന് DYFIക്കാരെ കിട്ടാതായി. കാരണം അവർക്കറിയാം വെറുതെ പോയി തല്ലുകൊണ്ടിട്ട് കാര്യമില്ലെന്ന്. അതുകൊണ്ട് ഇപ്പോൾ പ്രതിഷേധിക്കുന്നവർക്കെതിരെ കേസെടുക്കുന്ന രീതിയാണ്. ആ പ്രതിഷേധം ബൂമറാങ്ങാകും എന്ന കാര്യത്തിൽ തർക്കമേയില്ല. കാരണം ഇവിടെ ഒരു തെളിവുമില്ല. മന്ത്രി വീണ ജോർജിനെ ആരും തൊട്ടിട്ടേയില്ല. വീണ ജോർജിനെ കൊല്ലാൻ പോയിട്ട് വീണ ജോർജിന്റെ പരിസരത്ത് പോലും ആർക്കും എത്താൻ കഴിഞ്ഞിട്ടില്ല. എന്നിട്ടും പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ് PR സ്റ്റണ്ടിന് ഇറങ്ങിയ CPMനെ ഇത് ബൂമറാങ്ങാവും. ഈ കുട്ടികളെ ജയിലിൽ അടച്ചപ്പോൾ അതും തിരിച്ചടി. 5 കുട്ടികളെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. KSU ജില്ലാ പ്രസിഡന്റ് അതുൽ, അഹമ്മദ് യാസിൻ, CH മുബാർസ്, VV അക്ഷയ്, ബിദുൽ ബാലൻ എന്നിവരെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതിനു മുമ്പ് വഴിയിൽ കരിങ്കൊടി കാണിച്ചതിന്റെ പേരിൽ 6 യൂത്ത് ലീഗ് പ്രവർത്തകരെയും ജയിലിൽ അടച്ചിട്ടുണ്ട്. ഷിനാജ്, ഷബീറെ, അഷ്കറെ, ജാബീറെ, നിസാം, നിഹാർ, ഇത്രയും പേരെയാണ് ജയിലിൽ അടച്ചിരിക്കുന്നത്. ഇതെല്ലാം തിരിച്ചടിയാവും. കാരണം ഒരു തെളിവുമില്ലാതെ CPIM ഇപ്പോൾ അവർക്കെതിരെ ഉയർന്നിരിക്കുന്ന എല്ലാ ആരോപണങ്ങളും, ആരോഗ്യമേഖലയിലെ വീഴ്ച, ശബരിമലയിലെ മോഷണം, ഇതൊക്കെ മാറ്റിവെക്കുന്നതിന് വേണ്ടി അവരുണ്ടാക്കിയിരിക്കുന്ന കലാപമായി മാറും. മറ്റു ചിലർ ഇതിനെ വിലയിരുത്തുന്നത് വേറൊരു രീതിയിലാണ്. ഇനി വരാൻ പോകുന്ന 5 കൊല്ലം ഭരണമില്ല. അപ്പോൾ എല്ലാം അക്രമം കൊണ്ട് വാഴണം, അടിമുടി അക്രമം അഴിച്ചുവിടണം. അതിൻ്റെ ഒരു ട്രയലായി ഇപ്പോൾ തന്നെ തുടങ്ങി വെച്ചേക്കാം. ഇനി ഇവരുടെ സമരകാലമാണല്ലോ, അതിൻ്റെ ട്രയലാണെന്നാണ് കണക്കാക്കപ്പെടുന്നത്. എന്തായാലും അടിമുടി നാറി നശിച്ചിരിക്കുകയാണ് ഈ സർക്കാർ. ഈ പാർട്ടി വീണയെ വധിക്കാൻ ശ്രമിച്ചു എന്ന പേരിൽ ഉണ്ടാക്കിയിരിക്കുന്ന കേസ് ഈ CPM എന്ന ജനവിരുദ്ധ രാഷ്ട്രീയ പാർട്ടിയുടെയും ഈ വൃത്തികെട്ട ഭരണത്തിന്റെയും നെറുകെട്ട ഭരണത്തിന്റെയും ശവപ്പെട്ടിയിലെ അവസാനത്തെ ആണിയായി മാറും.